ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഒരു ഈവനിങ് വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചാണ് മൊബൈലൊക്കെ ഓപ്പൺ ചെയ്തത് കേട്ടോ. അപ്പോൾ കുറച്ച് ഇൻട്രോ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഇൻട്രോ എടുക്കുന്ന സമയത്ത് എനിക്കൊരു 8ൻ്റെ പണി കിട്ടിയിട്ടുണ്ട്. അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത് കഴിഞ്ഞ് കൂടാതെ എനിക്ക് ഇന്ന് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. റൂമൊന്ന് ഓർഗനൈസ് ചെയ്തൊക്കെ ചെയ്യണം. അപ്പോൾ അതുകൂടെ ചെയ്യാമെന്ന് വിചാരിച്ചാണ് മെയിനായിട്ട് ഞാൻ വീഡിയോ എടുത്തത് തന്നെ. പക്ഷേ 8ൻ്റെ പണി എനിക്ക് വന്നു കിട്ടും. അത് ഞാൻ കാണിച്ചു തരാം എന്താണെന്ന്. ആണ് കേസപ്പടി കണ്ടില്ലേ, വെള്ളം പകുതി ഞാൻ കൊണ്ട് കളഞ്ഞാണ് കേട്ടോ. അപ്പോൾ തുടച്ചുകൊണ്ടിരിക്കുകയാണ്. പണി എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഈ കൂളറിനകത്ത് ഇതില്ലേ, ഇതിങ്ങനെ ഓപ്പണാക്കി വെള്ളം മുഴുവനും ഇത് ഇരട്ടിപ്പണിയാണ് കേട്ടോ ചെയ്തു തന്നെനിക്ക്. കുറേ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ഞാനൊന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഉണങ്ങുന്നിടം വരെ റൂമിലോട്ടേ കയറാൻ പറ്റത്തില്ല. അങ്ങനെ ഞാൻ നേരെ അടുക്കളയിലോട്ട് ചെന്നപ്പോഴേ കണ്ട കാഴ്ച കേട്ടോ. മമ്മി ചായ ഇടുവാണ്. മോളാണെങ്കിൽ നൂഡിൽസ് ഉണ്ടാക്കുന്നു കേട്ടോ. സ്വന്തമായിട്ട് കഴിക്കാനാണ്, നമുക്ക് തരാറൊന്നുമല്ല. അങ്ങനെ ഞാൻ ഹാളിലോട്ട് പോയപ്പോൾ കണ്ട കാഴ്ചയാണ് ഇടത്. കാർട്ടൂൺ കാണുവാണ്. വേറെ ഒരു പരിപാടി ഇവിടെ വെക്കാൻ പറ്റത്തില്ല. ഒരു വാർത്ത പോലും വെക്കാൻ സമ്മതിക്കത്തില്ല. അങ്ങനെ ഞാൻ ചൂട് ചായയൊക്കെ കുടിച്ച് എൻ്റെ ഡ്യൂട്ടി ആരംഭിക്കണ്ടേ. അങ്ങനെ നമ്മൾ റൂമിലോട്ട് വന്നു കേട്ടോ. ഇനി അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്യണം. ഇതിൻ്റെ അടിയിൽ വെള്ളം പോയിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല കേട്ടോ. കാരണം അതിനകത്ത് ട്രോളി ബാഗായിരിക്കുന്നത്, അതുകൊണ്ട് വെള്ളം പോയിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല. എന്തായാലും ഞാൻ എല്ലാം എടുത്ത് സെക്ഷനായിട്ട് ഓരോ കവറിലായിട്ട് വെക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. മോളുടെയും മോൻ്റെയും പിന്നെ എൻ്റെയും വീട്ടിലിടുന്നതും അല്ലാതെ വല്ലയിടത്ത് പോകുന്നതൊക്കെ ഡ്രസ്സില്ലേ, ഓരോ സെക്ഷനായിട്ട് വെക്കുവാണെങ്കിൽ നമുക്ക് ഉപകാരമാണ്. എടുക്കാനും അത് തന്നെ കേട്ടോ. ഇപ്പോൾ ഒരെണ്ണം എടുത്താൽ 100 എണ്ണം ഇറങ്ങി ഇങ്ങോട്ട് വരും. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് കേട്ടോ. അങ്ങനെ എല്ലാം ഞാൻ സെക്ഷൻ തിരിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെയും മോളുടെയും മോൻ്റെയും എല്ലാ സെക്ഷൻ തിരിച്ചു വെച്ചു. ഇനി ഈ ട്രോളിയിൽ ഇരിക്കുന്ന ഡ്രസ്സ് മമ്മിയുടെ അമ്മയുടെയാണ് കേട്ടോ. എനിക്ക് ടോപ്പ് തയ്ക്കാൻ വേണ്ടി തന്നാണ്. ദൈവം അന്വേഷിച്ച് സാരി ഒന്നും നനഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ആ ട്രോളി ബാഗ് എടുത്ത് മാറ്റിയിട്ട് ഇതിനകത്താണ് ഞാൻ ആ സാരി എല്ലാം വെക്കുന്നത് കേട്ടോ. കാരണം വെച്ചാൽ കാണാനും പറ്റുമല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാം ഓരോ സെക്ഷൻ ഞാൻ മാറ്റി എല്ലാം അടുക്കി ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം വെച്ചാൽ ഇതൊരു വലിയ പണിയാണ് കേട്ടോ. എനിക്ക് പറയുവാണെങ്കിൽ വലിയൊരു പണിയാണ് കേട്ടോ. അങ്ങനെ ഓരോ സെക്ഷൻ ഞാൻ തിരിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്ത് കുറേ സെറ്റ് ചെയ്യാനുണ്ട് കേട്ടോ. കുറേ സാരി ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതെല്ലാം വരാതെ ഒരു പരിപാടി ഈ റൂമിൽ നടക്കത്തില്ല കേട്ടോ. അപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ ഇങ്ങനെ അങ്ങ് വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാം സെക്ഷൻ തിരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ അവിടുത്തെ ജോലിയെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ മമ്മി അടുക്കളയിലോട്ട് വന്നപ്പോഴേക്കും മമ്മി ചിക്കൻ കറി ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ സാധാരണ ഞാൻ വൈകിട്ട് ഫുഡ് കഴിക്കാറില്ല. അപ്പോൾ എന്താണ്, ചിക്കൻ എൻ്റെ ഫേവറേറ്റ് ആയതുകൊണ്ടും എനിക്ക് ചെറിയ വിശപ്പ് വന്നതുകൊണ്ടും ഞാൻ 2 ചപ്പാത്തി എടുത്ത് ചുട്ട് ചിക്കൻ കറിയും കൂടി കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എന്നോട് പറഞ്ഞു കുളിച്ചിട്ട് ഇനി എന്തായാലും കഴിച്ചാൽ മതി. അങ്ങനെ നേരെ പോയി കുളിച്ച് വന്ന് ഞങ്ങൾ ചപ്പാത്തിയും ചുട്ട് ചിക്കനും കഴിച്ചു. അപ്പോൾ ഇത്ര ഉള്ളതത്തെ വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ.